ഡെയിലി ലൈഫ് റൊട്ടീൻ ചെയ്യാമെന്ന്. ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് വന്ന് ഞാൻ 12 മണിക്ക് വീട്ടിലെത്തി. ബട്ട് എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നിയത് ഇപ്പോഴായതുകൊണ്ട് ഞാൻ ഇപ്പോഴായിട്ട് എടുക്കുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മൈ യുക്ക ആൻഡ് യു ആർ വാച്ചിങ് മൈ ലിറ്റിൽ സിസ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന റുട്ടീൻസ് ഒന്നും എനിക്കറിയില്ല. ഇത് എൻ്റെ റുട്ടീനാണ്. എനിക്ക് ഭ്രാന്തായി പോയതാണ് അത് നാട്ടുകാർക്ക് മൊത്തം. സോ ഞാനിപ്പോൾ അമ്മ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാലേ ഫോൺ വീട്ടിലെടുക്കാൻ തരുള്ളൂ. എക്സാം ആണ്, ഫൈനൽ എക്സാം ആണ്. സോ ഐ എം സ്റ്റഡിങ് നൗ. ഓക്കെ, ഞാൻ ഇപ്പോൾ അടുത്തത് ഡേ ആഫ്റ്റർ ടുമോറോ നമുക്ക് ഹിന്ദിയാണ് എക്സാം. സോ ഞാൻ അതുകൊണ്ട് ഹിന്ദി ഒന്ന് പഠിക്കുകയാണ്. നാളെ സ്റ്റഡി ലീവ് ഉണ്ട്. എനിക്ക് അത്ര പറയാനുള്ളൂ. പഠിക്കാം, നമുക്കത് പഠിക്കാം. അത് എന്നിട്ട് നമുക്ക് കുറച്ച് ഫണ്ണും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് തിങ്സ് നമുക്ക് ചെയ്യാം. ടൈം കളയുന്നതിനെ നമുക്ക് പഠിക്കാം. ബുക്ക് അടച്ചേക്കാം. ഇനി നമുക്ക് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ കൊണ്ടിട്ട് ഞാൻ ഇതിപ്പോൾ പ്ലാസ്റ്റിക് ആണല്ലോ, കാണാൻ പറ്റുമെന്ന് അറിയില്ല, കൊണ്ട് ഇത് തുളയിട്ടു. ആ സാധനം കൊണ്ട് ചന്ദനത്തിരി കൊണ്ട് തുളാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇത് എൻ്റെ പൗച്ചിൽ കീ ചെയിൻ പോലെ വെക്കാനായിട്ട് ക്യൂട്ടായിട്ടില്ലേ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോണിൽ തൂക്കിയിടാമെന്ന് വിചാരിച്ച സാധനമാണിത്. ബട്ട് വേണ്ടെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ പേനയിൽ കുത്തിയിടാൻ. ബാക്കി നൂല് ഞാൻ അകത്തോട്ട് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് അടിപൊളി ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, എൻ്റെ ജേർണൽ ബുക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് എൻ്റെ 2025 തൊട്ട് ചെയ്തിട്ടുള്ള ഒരു ബുക്ക്. ഇതിൻ്റെ അകത്തുള്ളത് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കുറച്ച് കണ്ടു. ദിസ് ഈസ് മൈ ഫസ്റ്റ് പേജ്. ഇത് കുറച്ച് ക്യൂട്ടാണ്. എഴുത്ത് ആക്കാമെന്ന് വിചാരിച്ച് ചെയ്തത്. ഇത് ഗ്രീൻ കളറാണ്, എനിക്ക് അധികം ഇഷ്ടമായില്ല. ഇത് ബ്ലൂ കളർ പേജാണ്. പേഴ്സൊക്കെ എവിടെ നിന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇതിനൊക്കെ എടുക്കണം. നെക്സ്റ്റ് വൺ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ദിസ് ഈസ്, എനിക്ക് എന്താണെന്നറിയില്ല, ഇത് മൂരിന് ഹോം സപ്ലൈസ് ആണ്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. എന്താ ഉണ്ടാക്കാത്തതില്ലേ? നെക്സ്റ്റ് വൺ ഈ യെല്ലോ ആണ്. എനിക്ക് വയലറ്റ് പേർപ്പിൾ കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു യെല്ലോ ആയിരുന്നു. നല്ല ഭംഗിയുണ്ട് പൂക്കളും. നെക്സ്റ്റ് വൺ എൻ്റെ ജങ്ക് ജേർണലാണ്. ഞാൻ കഴിച്ചിട്ടുള്ള പകുതി മിഠായികളുടെ കവർ ഇതിലുണ്ട്, ബാക്കിയൊന്നും ഇല്ല. കൈസ് കണ്ടോ, ബൂസ്റ്റിൻ്റെ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ബൂസ്റ്റ് ഇവിടെ ഗൈസ്, ബൂസ്റ്റിൻ്റെ വരി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഡാർക്ക് ഫാൻറ്റസി, ഇതൊക്കെ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന മിഠായി. അങ്ങനെ കുറേ ഉണ്ട്. ട്വിസ്റ്റ് അല്ലേ, ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്തോ കുറേ ഉണ്ട്, എനിക്ക് നോക്കാൻ വയ്യ. ദെൻ ഇത് കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ള 2 ക്യാരക്ടറാണ്. ഒന്ന് താനോസ്, ദെൻ ഒന്ന് മറ്റേ ആ ഗേളില്ലേ, ആ ഗേളിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഗേളിനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പിങ്കി ബാങ്ക് ഉണ്ട്. സോറി, ഇത് മാറ്റട്ടെ. ഇത് പിങ്കി ബാങ്ക്, കണ്ടു, പിങ്കി ബാങ്ക് ഉണ്ട് ഇവിടെ. അങ്ങനെ ദെൻ അതിൻ്റെ അകത്ത് കുറച്ച് പൈസ ഉണ്ട്. ഇതാ
സ്ക്വിഡ് ഗെയിമിൻ്റെ സാധനം ഉണ്ടാക്കിയതാണ്. സെറ്റല്ലേ? എൻ്റെ ബുദ്ധി ഞാനും എന്തൊക്കെ ഗെയിമാണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ കോക്കോമ കോച്ചിയാണ്. റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് കണ്ടോ? ആ പെണ്ണെ കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിക്കാത്തത് ഗെയിം. ഇത് ഡൈസും കൊണ്ട് കളിക്കുന്ന കളിയാണിത്. കുറേ ആൾക്കാർ കളിക്കാൻ പറ്റും. തന്നെയുള്ളത് പിക്ക് ദ റൈറ്റ് വൺ. ഇതിൻ്റെ അകത്ത് ഇത് ഫ്രണ്ട്സായിട്ട് കളിക്കുന്നത്. ഇവിടെ ഞാൻ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം പെർമനൻറ്റ് മാർക്കർ അല്ലാതെ വല്ല സാധാ സ്കെച്ചൊക്കെ കൊണ്ട് വരച്ചിട്ട് അത് തുടച്ച് കളയാൻ പറ്റും. പിന്നെ എൻ്റെ ഫേവറേറ്റ് വണ്ണിൻ്റെ സ്ക്വിഡ് ഗെയിമാണ് ഗോഞ്ചി. അപ്പോൾ നമുക്ക് ഗോഞ്ചി കളിച്ച് നോക്കാം. ഗോഞ്ചി എനിക്ക് ഫസ്റ്റ് ആയിരുന്നു, അധികം കിട്ടില്ല. എങ്കിലും ട്രൈ ചെയ്യണമല്ലോ. അയ്യോ ഗോഞ്ചി കാണാനില്ല. ഒരു ഗോഞ്ചി കൊണ്ട് കളിക്കേണ്ടി വരും. ഗോഞ്ചി കാണാനില്ല. ഞാൻ ഉണ്ടാക്കിയത് ക്ലേയും കൊണ്ടാണ്. ദെൻ ഗ്ലാസ് ബ്രിഡ്ജ്, അത് പകുതിയും പൊട്ടിപ്പോയി. ഇത്രയുള്ളൂ നമ്മുടെ ചെറിയ സ്ക്വിഡ് ഗെയിമിൽ. വെയിറ്റ് ചെയ്യൂ ഗൈസ്. മൈ ലാപ്ടോപ്പ് ഗൈസ്, നമ്മുടെ ലാപ്ടോപ്പാണ്. ഞാൻ ഇന്നലെ നല്ല ക്ലീൻ ആക്കി വെച്ചു. ഞാൻ നമുക്ക് കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചത് ഞാൻ വിചാരിക്കുന്നത് ഏസറിൻ്റെ ലാപ്ടോപ്പാണ്. ബട്ട് ഐ ഹാവ് ആപ്പിളിൻ്റെ ഒരു സ്റ്റിക്കറുണ്ട്. ബട്ട് അത് എവിടെയുള്ളതെന്ന് എനിക്കറിയില്ല. നമുക്കിതിന് ഫസ്റ്റ് ഓൺ ആക്കാം. ഇത് വരാൻ കുറേ നേരം പിടിക്കും. നമുക്ക് അതുവരെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ഞാൻ എൻ്റെ ട്രൈപോഡ് എടുത്തില്ല ഈ പ്രാവശ്യം. ഞാൻ ട്രൈപോഡ് എടുത്ത് മടക്കിയൊക്കെ വെക്കാനായിട്ട് മോസ്റ്റ് എടുത്തതുകൊണ്ടാണ് നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മുടെ ഫ്രിഡ്ജ് ടൂറാണെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. കയ്യിൽ യോഗോട്ട് ഉണ്ട്, ദെൻ ചീസ് ഉണ്ട്. പിന്നെ ഞാൻ ചെയ്യാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തക്കാളി കട്ട് ചെയ്യും. നല്ല സ്മോൾ പീസസ് ആയിട്ട് കുക്കുമ്പറും ചെയ്യും. ഇതിലെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് യോഗോട്ടിലിട്ട് ഞാൻ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദെൻ കുറച്ച് എൻ്റെ അടിപൊളി സ്പൈസസ് ഇടും. ഐ ലൈക്ക് മൈ സ്പൈസി. ദിസ് ഈസ് മൈ അടുക്കള ടൂർ. ഇത് ക്യൂട്ട് ടൂർ ആട്ടോ. അപ്പം എൻ്റെ ഒരു കുക്കിംഗ് സ്കിൽസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ലൈക്ക് കുക്കിംഗ്. ബട്ട് എൻ്റെ അമ്മ അധികം അടുക്കളയിലോട്ടേക്ക് കയറ്റും. ബട്ട് അമ്മ അധികം ഫയറിൽ കളിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയൊന്നുമില്ല. ബട്ട് നാരങ്ങളുണ്ടാക്കാം. നാരങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ സിറപ്പ് തീർന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുള്ള നമുക്കിനി എൻ്റെ ലാപ്ടോപ്പ് ഓണായി നോക്കാം.
ഗൈസ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വിചാരിക്കരുത്. യെസ്, അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് നോക്കാം. കുറച്ചുകൂടി അടുത്തോട്ട് വരണം. ഇതാണ് എൻ്റെ ലാപ്ടോപ്പ്. പരിചയപ്പെടുത്തി തരാം. ഈ 360 ഞാൻ പറഞ്ഞു പൊട്ടിക്കട്ടെ. I also can do this. അപ്പോൾ ഇത് ടി വി കേട്ടോ ഗൈസ്, ഇങ്ങനെയാണ് ടി വിയും. ഓർ എനിക്ക് ടാബ്ലറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ മടക്കാനും പറ്റും. കണ്ടോ, എനിക്ക് എങ്ങനെ യൂസ് ചെയ്യാം. ബട്ട് ഞാനിപ്പോൾ ഇങ്ങനെ വെക്കണം. എന്താണെന്നറിയില്ല, എൻ്റെ ഒരു മൂഡ് ഇതാണ്. ഇതാണ് എൻ്റെ ലാപ്ടോപ്പ്. സോ നമുക്കിനി ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. ആപ്പ് എനിക്ക് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ നത്തിങ് ന്യൂ. നമുക്കിതിൽ ഇമേജൊക്കെ മാറ്റി നമുക്കിത് കുറച്ച് ന്യൂ ലുക്ക് കൊണ്ടുവരാം. ചേഞ്ച് I'm going to give this. Here we go. Nice flowers in that. क्या പട്ടിയുടെ തന്നെ എടുക്കാൻ പറ്റുമോ അറിയില്ല. ഓക്കെ, ഇതാണ് എൻ്റെ പുതിയ പ്രൊഫൈൽ പിക്ചർ. ഗൈസ്, ഞാൻ ഇങ്ങനെ തിരിച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ ലാപ്ടോപ്പിലൊന്നും പോയി ഇങ്ങനെ ചെയ്യരുത്, അത് നടക്കൂല. ഞാൻ ഇങ്ങനെ I go. This is so lovely. Yes. നമ്മളുടെ ഇതിൻ്റെ ലൈറ്റ് അടിച്ചെന്നെ ഇതാണ് ഞാൻ പണ്ട് കൊടുത്തിരുന്നത്. ഞാൻ ഫസ്റ്റ് തന്നെ ആംഗ്രി ബേർഡ് ആണല്ലോ. ഞാൻ ഇതിൽ ഗെയിംസ് ഒന്നും കളിക്കാറില്ല. ഞാൻ ഗെയിം ക്രോം എടുക്കും, ക്രോമിൽ നിന്ന് എന്തെങ്കിലും കളിക്കും. ലൈക്ക് അങ്ങനെയല്ല, ക്രോം യൂട്യൂബ് കാണാറുള്ളൂ. ബട്ട് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ആംഗ്രി ബേർഡ് ഉണ്ട്, പെയിൻറ്റ്, 3D ഉണ്ട്, വേർഡ് പ്ലേ ഉണ്ട്, നയുക്ക്. അത് ഞാൻ ഇതൊക്കെ വരക്കുന്നത് വേറെ ഒരെണ്ണം. ഇത് റാപ്പിഡ് ടൈപ്പിംഗ്. പിന്നെ വേറെ കുറച്ച് ഗെയിംസ് ഉണ്ട്. മന്ദാല കളറിങ്. അപ്പം എനിക്ക് നമുക്ക് റോബ്ലോക്സ് ഉണ്ട് ഗൈസ്. റോബ്ലോക്സ് എൻ്റെ ചാനൽ ഞാൻ കാണിച്ചതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഗൈസ് കണ്ടോ, 79 സബ്സ്ക്രൈബേഴ്സ് ബട്ട് 308 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. But only 79 subscribers ulla. So please support for more subscribers. Then നമുക്ക് ഞാൻ എത്തിച്ചില്ല കുറച്ച് വീഡിയോസ് പറഞ്ഞാൽ ഇന്നലെ ഇട്ടതാണ്. 3 വ്യൂസേ വന്നിട്ടുള്ളൂ. ഹൗ ഐ ആം എഡിറ്റിംഗ് മൈ വീഡിയോസ്. അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ആൾക്കാരിങ്ങനെ ഹൗ they are editing their videos. അപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കട്ടോ. ദെൻ മൈ ഈവനിങ് വ്ളോഗ്,
യൂട്യൂബിൽ മാത്രം നല്ല വ്യൂസ് ഒക്കെ കിട്ടുന്നുള്ളൂ. ബട്ട് എനിക്ക് അത്രക്ക് വ്യൂസ് ഒന്നും കിട്ടാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ദിസ് ഈസ് മൈ ചാനൽ. അപ്പം ഓക്കെ, ഈ 79 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ. വേണം അത് ഓക്കെ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗായ്സ്, 5ാം ക്ലാസ്സിലെ എൻ്റെ ഫ്രണ്ടായിരുന്നു ഏഞ്ചല. ഓ ഐ ലവ് യു ആൻഡ് ലൈക്ക് യുവർ വീഡിയോസ്. മൈ ഹായ്, ഐ ആം ഏഞ്ചല. ഓല ഞാൻ എന്താ റിപ്ലൈ കൊടുത്തേ? ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. താങ്ക് യു വ്യൂ ചാനൽ പ്രൊഫൈൽ. ഓ അവള് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒക്കെ യൂട്യൂബ് ഉണ്ടെന്ന് എന്നോട് പോലും പറഞ്ഞിട്ടില്ല. പ്ലേലിസ്റ്റ് ആണ് മാത്രം കണ്ടു നോക്കാം. ഫ്രണ്ട്സ് അല്ലേ. Welcome to Pinterest Maika. Female. Say language and where to live. Wait, this is so cute and I get more. Wow, so nice. Yeah, I need a purple wallpaper.